പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം ഈ ലവ് ട്രാപ്പ് അല്ലെങ്കിൽ സ്നേഹക്കെണി. അത് വലിയൊരു സംഭവമാണ്. പലരും പലവിധത്തിലുള്ള സ്നേഹക്കെണിയിൽപ്പെട്ട് ദാരുണമായ രീതിയിൽ ജീവിതം നയിച്ചു പോരുന്നുണ്ട്. അറ്റ കൈക്ക് ഈ ലോകം തന്നെ വിട്ടു പോകാറുണ്ട്, ആത്മഹത്യ ചെയ്യാറുണ്ട്. അപ്പം എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? നിരവധിയായ ഇതേപോലുള്ള പ്രശ്നങ്ങളുമായിട്ട് നമ്മുടെയൊക്കെ സെന്ററിലേക്ക് വരുമ്പോൾ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇതിൻ്റെ ചില സൂക്ഷ്മതലം ഇന്ന് നമ്മൾ നൽകുന്നത്. ഓക്കെ, അപ്പം ട്രാപ്പ് എപ്പോഴും അറിയാതെ ചെന്നപ്പെടുന്നതാണല്ലേ. നമ്മൾ എലിക്കണിയൊക്കെ വെക്കാറുണ്ട്, എലിക്ക് ട്രാപ്പ് വെക്കാറുണ്ട്. അതിനിഷ്ടമുള്ള ഏതെങ്കിലും ഒരു വസ്തു വെച്ചുകൊണ്ട് അതിൻ്റെ പിന്നിൽ പതിയിരിക്കുന്ന ട്രാപ്പ് അത് അറിയുന്നില്ല. പതുക്കെ അതിലോട്ട് ആസക്തി കൂടി ചെന്ന് കഴിയുമ്പോൾ ടപ്പെന്ന് അതങ്ങ് അടയുന്നു, എലി കെണിയിൽ വീഴുന്നു എന്ന് പറയുന്നത് പോലെ ഈ സ്നേഹത്തിന്റെ പുറകെ പോയി അവസാനം, അല്ലെങ്കിൽ അത് ആഗ്രഹിച്ച് പോയി അവസാനം ട്രാപ്പിൽ പെടുന്ന, അല്ലെങ്കിൽ അതിൽ വശംവദരാകി ട്രാപ്പിൽ പോകുന്ന ഒരുപാട് ബന്ധങ്ങൾ നമുക്ക് ചുറ്റുകൊണ്ടതാണ്. ഇങ്ങനെയുള്ള പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? കയ്പ് കൊണ്ട് ഇറക്കാനും പറ്റുന്നില്ല, മധുരിച്ചിട്ട് തുപ്പാനും പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകുന്ന ഒരു തലമാണ് ട്രാപ്പ് എന്ന് പറയുന്നത്. അപ്പം മനുഷ്യ ബന്ധങ്ങളുടെ കേസിൽ അത് എല്ലാ ബന്ധങ്ങളിലും അങ്ങനെ തന്നെയാണ്. ഒരു ബന്ധത്തിൽ മാത്രമല്ല, ചിലപ്പോൾ സുഹൃത്തുക്കളായിരിക്കാം സ്നേഹത്തിലൂടെ നമ്മളെ വശീകരിച്ച് ട്രാപ്പിൽപ്പെടുത്തുന്നത്. ഇനി ബന്ധുമിത്രാദികളിൽ പല ബന്ധങ്ങളും ഉണ്ടല്ലോ ഒരു വ്യക്തിക്കല്ലേ. അത് പ്രണയിക്കുന്നവരാകാം, പിന്നെ ബന്ധുമിത്രാദികളാകാം, ഇനി ആദ്യം പരിചയപ്പെടുന്നവരാകാം. അങ്ങനെ പലരുടെയും ചില പ്രത്യേക ആകർഷണ വലയത്തിൽ പെട്ട് നമ്മൾക്കെന്തോ കുറവുണ്ട്, അത് ലഭിക്കുന്നതിനായിട്ട് അവർ നൽകുന്ന മറ്റൊരു സർവീസിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് പെട്ടുപോകുന്ന അവസ്ഥയാണ് സ്നേഹത്തിന്റെ കേസിലുള്ള സ്നേഹ ട്രാപ്പ് എന്ന് പറയുന്നത്, ലവ് ട്രാപ്പ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, ഈ കെണി ആദ്യമൊന്നും പലപ്പോഴും പലർക്കും മനസ്സിലാകില്ല. എന്നാൽ ചിലർ വളരെ ഇന്റൻഷനോടുകൂടി തന്നെ സമീപിക്കുകയും അവരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ആ ഒരു വ്യക്തിയെ ട്രാപ്പിൽ പെടുത്താൻ വേണ്ടിയിട്ട് പുറമേ പ്രകടിപ്പിക്കാതെ വളരെ സോഫ്റ്റായിട്ടും സ്വീറ്റായിട്ടും പെരുമാറി ട്രാപ്പിലാക്കുന്നത് കൊണ്ട്, ഇനിയും പ്രത്യേകിച്ച് ഇന്റൻഷൻ ഒന്നും ഇല്ലാതെ തന്നെ ഈ ട്രാപ്പിൽ പെടുത്തുന്നവർ അവരുടെ സ്വാഭാവികമായ നേച്ചർ കൊണ്ട് എത്തപ്പെടുന്നതാണ്. നിങ്ങളെ അമിതമായിട്ട് സ്നേഹിക്കുക, അല്ലെങ്കിൽ അമിതമായിട്ട് റെസ്പെക്റ്റ് തരിക, എപ്പോഴും എവിടെയും നിങ്ങൾക്ക് വേണ്ട പരിഗണനകൾ നൽകുക, നിങ്ങളെ ഏറ്റവും മൂല്യമുള്ള വ്യക്തിയായിട്ട് കാണുക, നിങ്ങളുടെ ചില പ്രത്യേക കഴിവുകൾ അവർ ഹൈലൈറ്റ് ചെയ്ത് എടുത്തു പറഞ്ഞുകൊണ്ട് നിങ്ങളെ സന്തോഷിപ്പിക്കുക, അവർ നിങ്ങളുടെ ഒരു ആരാധന പാത്രമായി മാറിയിരിക്കുന്നു എന്ന് പലപ്പോഴും നിങ്ങളെ ധരിപ്പിക്കുക, ഇതിനു വേണ്ടിയിട്ട് വെമ്പൽ കൊള്ളുക, കിട്ടുന്ന അവസരങ്ങളെല്ലാം അവർ ഉപയോഗിക്കുക. ഇത്തരത്തിൽ നിങ്ങളുടെ അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള പെരുമാറുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ശരിയാണ്, ഞാനൊരു വലിയ സംഭവമാണ്, അവരെ സംബന്ധിച്ച് പറയാൻ ഞാനാണൊരു ആശ്വാസം എന്നവർക്ക് തോന്നി, ഒരു സെൽഫ് റെസ്പെക്റ്റ് ഒക്കെ നമുക്ക് തോന്നി തുടങ്ങും. ആ വ്യക്തി നൽകുന്നത് കൊണ്ടാണ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവരിലേക്ക് നമ്മൾ കുറച്ച് അടുക്കും. ഞാൻ നേരത്തെ പറഞ്ഞ് ചിലർ ഇന്റൻഷനോടുകൂടിയും ഇതേപോലെ പ്രവർത്തിക്കാം, മറ്റൊന്ന് യാതൊരു ഉദ്ദേശശുദ്ധി ഇല്ലാതെയും നിങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ പെരുമാറ്റങ്ങളിലൂടെയൊക്കെ അങ്ങനെ പെരുമാറിപ്പോകാം. ഇതിൽ നിങ്ങൾ ആകൃഷ്ടരാകുമ്പോൾ പതുക്കെ ആ വ്യക്തിയിലേക്ക് സ്വാഭാവികമായിട്ടും ഉള്ളുകൊണ്ടൊരു അടുപ്പം വരാം. അത് ആ ട്രാപ്പിലേക്കുള്ള ആദ്യത്തെ പടിയാണ് എന്ന് മനസ്സിലാക്കുക. ഇനി രണ്ടാമത്തത്, നിങ്ങളെ പറ്റി മറ്റുള്ളവർ പറയാത്തത് പലതും ഇവർ പറയും. മറ്റുള്ളവർ ജനറലായിട്ട് പറയുന്നത് നിങ്ങളെപ്പറ്റി അവർ കൂടുതൽ പുകഴ്ത്തി പറയുക എന്നുള്ളതാണ്. നിങ്ങൾ മാത്രമാണ് ഈ ലോകത്തിലെ ഏറ്റവും ക്വാളിറ്റിയുള്ള വ്യക്തി അവരുടെ കണ്ണിൽ എന്നുള്ളതെന്ന് കൃത്യമായിട്ട് വിശ്വസിപ്പിക്കാനായിട്ട് അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ എല്ലാ കേസിലും അങ്ങനെ ആയിരിക്കണമെന്നില്ല. ചിലരുടെ ക്വാളിറ്റിയും കാര്യങ്ങളും വെച്ച് ആത്മാർത്ഥമായിട്ട് ചിലർ പറയുന്നവരുണ്ട്. അവർക്ക് പ്രത്യേകിച്ച് ഇന്റൻഷൻ ഒന്നുമില്ല, ഉള്ള കാര്യങ്ങൾക്ക് പറയും, പിന്നെ ആ ഒരു സൗഹൃദം മെയിൻറ്റെയിൻ ചെയ്യുന്നു, ഒരു ഒട്ടലില്ലാതെ തന്നെ അത് കൊടുക്കുകയും വാങ്ങുകയും ചെയ്തു പോകുന്നവരുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾ ട്രാപ്പിൽ പെടുന്ന സ്ഥിരമായി ഇങ്ങനൊരു വ്യക്തിയുടെ ഒരു സാന്നിധ്യം നിങ്ങൾ അറിയാതെ അവരിൽ പെട്ടുപോകുന്നു എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഇവർ ചെയ്തു തരും. നിങ്ങൾക്ക് ഒന്നും നിങ്ങളിൽ നിന്ന് അങ്ങോട്ട് അവർ പ്രതീക്ഷിക്കില്ല, അവരെല്ലാം ഇങ്ങോട്ട് തന്നുകൊണ്ടിരിക്കും. കൂടുതൽ കാര്യങ്ങൾ അവർ സമയം കണ്ടെത്തി അവരുടെ പലതും മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും, ചെയ്തു തരും.
നിങ്ങളുടെ ഒരു ഔദാര്യവും അവർ സ്വീകരിക്കില്ല. അവരിങ്ങോട്ട് കൂടുതൽ കൂടുതൽ നമുക്ക് നിർബന്ധപൂർവ്വം ഓരോന്ന് തന്നുകൊണ്ടേയിരിക്കും. അപ്പം നമുക്ക് ആദ്യം നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞാൽ തന്നെ തീർച്ചയായിട്ടും എന്തായി അറിയാതെ വീണ്ടും വീണ്ടും അവരുടെ പ്രലോഭത്തിൽ നമ്മൾ കുറെ വാങ്ങി വരും, അല്ലെങ്കിൽ സ്വീകരിച്ച് വരും. ഇങ്ങനെ കുറേ ഇങ്ങോട്ട് പോയി കഴിയുമ്പം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു കമ്മിറ്റഡ് ആവും. ഇങ്ങനെ കുറേ നാളുകൾ കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ഒരു ലെവൽ പതുക്കെ താഴാൻ തുടങ്ങും. അവർ പതുക്കെ ഡോമിനേറ്റ് ചെയ്യും. എല്ലാ അർത്ഥത്തിലും ഈ വ്യക്തി എന്നെക്കാട്ടിലും ഉയർന്ന തലത്തിലാണ് എന്നുള്ള ഒരു മനോഭാവം നമ്മളിലേക്ക് എത്തപ്പെടും. അങ്ങനെ വരുന്ന ഘട്ടത്തിൽ ഒരുപക്ഷെ അവർ പലപ്പോഴും ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ നിങ്ങൾക്ക് സൂചന തരും, ഞാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തു തന്നിരുന്നത്, അല്ല നിങ്ങളെ കൊണ്ട് ചിന്തിപ്പിക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ അറിയാതെ ഉണ്ടാവും. എന്തെല്ലാം ഉപകാരങ്ങൾ ചെയ്ത വ്യക്തിയാണ് ഞാൻ എന്ന് ചിലപ്പോൾ ചിലർ പറയുകയും ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് തോന്നുകയും ചെയ്യും. അപ്പൊ നമ്മൾ എന്താകുന്നു, സ്വല്പം ഒന്ന് താഴുന്നു, അവരിൽ അധീനതയിലാകുന്നു. അവരുടെ അധീനതയിലേക്ക് എത്തപ്പെടുമ്പോൾ ജസ്റ്റ് ട്രാപ്പിലായി എന്ന് ബോധ്യമാകും. ഇങ്ങനെയുള്ള സന്ദർഭത്തിലാണ് പലപ്പോഴും അവര് നിങ്ങളിൽ നിന്ന് പലതും ആവശ്യപ്പെടുക. അവരുടെ പ്രസൻസിൽ എപ്പോഴും ഉണ്ടായിരിക്കണമെന്ന് അവർ വിചാരിക്കും. അവർ വിളിക്കുന്ന സമയത്ത് നിങ്ങൾ എടുത്തില്ലെങ്കിൽ അവർക്ക് പ്രശ്നമാകും, അല്ലെങ്കിൽ നിങ്ങളാൽ ചെയ്യേണ്ട പല കാര്യങ്ങൾ നിങ്ങൾ മാറ്റി വെച്ചിട്ട് അവർക്ക് വേണ്ടി തന്നെ ജീവിക്കേണ്ട അവസ്ഥ വരുന്നു. നിങ്ങളുടെ എല്ലാ ബൗണ്ടറികളും അതിരുകളും നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. പണ്ട് നിങ്ങൾ വ്യക്തിപരമായ രീതിയിൽ ചെയ്തിരുന്ന പല കാര്യങ്ങളും ഇവർക്ക് വേണ്ടി മാറ്റിവെക്കും, സമയം കണ്ടെത്തി. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പോലും ഇവർക്ക് വേണ്ടി മാറ്റിവെക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നു. ചുരുക്കം പറഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിത്വവും നിങ്ങളുടെ കഴിവുകളും എല്ലാം ഒരു വ്യക്തിയിൽ തന്നെ തളയ്ക്കപ്പെട്ടു പോകുന്നു. അവരുടെ ചിന്താലോകത്തിലേക്ക് തന്നെ നിങ്ങളായി മാറും. ഇതാണ് ഒരു ട്രാപ്പ് എന്ന് പറയുന്നത്. ഇപ്പൊ ചുരുക്കം പറഞ്ഞാൽ നിങ്ങൾ വ്യക്തിപരമായിട്ട് സ്വതന്ത്രമായിട്ട് ജീവിക്കുന്നില്ല. ആ സ്നേഹ ട്രാപ്പിൽ പെട്ടുകൊണ്ട് ആ വ്യക്തി എപ്പോഴാണോ വിളിക്കുന്നത്, അവരെന്താണോ വിളിക്കുന്നത് പറയുന്നത്, അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോലും നിങ്ങളുടെ ബൗണ്ടറികൾ, നിങ്ങളുടെ കഴിവുകളായിക്കോട്ടെ, നിങ്ങളുടെ സമയമായിക്കോട്ടെ, അതെല്ലാം മാറ്റിവെച്ച് പ്രവർത്തിക്കേണ്ട ഒരു അവസ്ഥ വരുന്നു. ഇതാണ് ട്രാപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നിന്നൊക്കെ പലപ്പോഴും രക്ഷ നേടാൻ പലപ്പോഴും നിങ്ങൾ ശ്രമിച്ചാലും പറ്റില്ല. ഇടയ്ക്കൊരു കൺഫ്യൂഷൻ, എന്താ ഇങ്ങനെ, എന്താ പറ്റിപ്പോയി, എനിക്കെന്താ പറ്റിയേ, മറ്റു ചിന്തകളൊന്നും പുറമേ നിന്ന് വരാത്ത രീതിയിൽ ഇവരുടെ ചിന്താലോകത്തിൽ മാത്രമായി പോകുന്ന ഒരവസ്ഥ. അപ്പോൾ ഉണർന്ന് ചിന്തിക്കുക, എന്ത് വേണം, നിങ്ങളുടേതായ ബൗണ്ടറി നിങ്ങൾ സെറ്റ് ചെയ്യുക ഫസ്റ്റ്. നിങ്ങളുടെ വ്യക്തിപരമായ രീതിയിൽ സന്തോഷം കിട്ടിയിരുന്ന അഭിവൃദ്ധിയിലേക്ക് പോകുന്ന പല കാര്യങ്ങളും പണ്ടുണ്ടായിരുന്നിരിക്കാം, അതെല്ലാം അതിന് പ്രാധാന്യം കൊടുക്കുക. പിന്നെ ഈ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ബ്രേക്ക് എന്ന് പറയുന്നത്, ബ്രേക്ക് എടുക്കാൻ മനസ്സുകൊണ്ട് തയ്യാറാകുക. ഒരുപക്ഷെ ആദ്യം അവർ സമ്മതിക്കണമെന്നില്ല, പല കുറ്റപ്പെടുത്തലുകളും പറഞ്ഞേക്കാം, ഈ ചെയ്ത ഉപകാരങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞേക്കാം, ഇത് എടുത്തെടുത്ത് സൂചന തന്നേക്കാം. അപ്പോഴെല്ലാം മറ്റേതെങ്കിലും വിധത്തിലുള്ള ഒഴിവൊഴികൾ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ടൈം നിങ്ങൾക്കായി കുറെ മാറ്റി വെക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ സർവ്വ കഴിവുകളോടെ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ഇതൊന്നും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബോധപൂർവം ആയിരിക്കണമെന്നില്ല. ഈ ട്രാപ്പിൽ പെടുത്തുന്നവര് ഇന്റൻഷനോടുകൂടിയല്ല, അവര് അങ്ങനെ ആയിപ്പോയി, അവരുടെ സ്വഭാവതാണ്. അവരുടെ ലോകത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് സദാ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് വ്യക്തിതലത്തിൽ നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള സമയവും കഴിവുകളും ജീവിതവും അവിടെ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് എപ്പോഴും ഒരു ഇന്റേണലി കമ്മിറ്റഡ് ആകാതിരിക്കുക, ഒരു ഔദാര്യവും അങ്ങനെ സ്വീകരിക്കാതിരിക്കുക. ഈ ഔദാര്യം തന്നു തന്നെയാണ് പലപ്പോഴും സ്നേഹത്തിന്റെ കാര്യത്തിലായിക്കോട്ടെ, വസ്തുക്കളുടെ കാര്യത്തിലാണ്, ഇങ്ങോട്ട് മാത്രം തന്നുകൊണ്ട് ആരപ്രോച്ച് ചെയ്താലും ഓർത്തുകൊള്ളുക, അവിടെ ഒരു ട്രാപ്പിലേക്ക് നിങ്ങൾ അറിയാതെ ചെന്ന് പെടുന്നു എന്നുള്ളതാണ്. ഇത്തരത്തില് സമാനമായ നിരവധി അനുഭവങ്ങളല്ലേ നമ്മൾ പലരും ഈ കാലഘട്ടത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ചെറുപ്രായത്തിലൊക്കെ ആണെങ്കിൽ, കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രണയിക്കുന്ന സമയത്തൊക്കെ തനിക്ക് ആഗ്രഹമുള്ള ഉള്ളിൽ കിടക്കുന്ന കാര്യങ്ങൾ മറ്റൊരാളിൽ നിന്ന് ലഭിക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു തോന്നൽ വരത്തക്ക രീതിയിലുള്ള പെരുമാറ്റം ചുറ്റുപാട് കിട്ടുമ്പോൾ അറിയാതെ അതിലേക്ക് വിട്ടുപോകും. ആ നിമിഷങ്ങളിലെ സന്തോഷത്തിൽ മാത്രം പെട്ടുകൊണ്ട് അവസാനം ട്രാപ്പിലേക്ക് വിട്ട് കഴിയുമ്പോൾ ഈ ചൂണ്ടയിടുന്ന പോലെയാണ് അല്ലെ. ചൂണ്ടയിടുക എന്നാണല്ലോ പച്ച മലയാളത്തിൽ പറയാറുള്ളത്. ഇങ്ങനെ ഇര കൊരുത്തിടും, അത് കുറെ നേരം വെയിറ്റ് ചെയ്യും, ഇരയിൽ കുടുങ്ങി കഴിയുമ്പോൾ പതുക്കെ ഒരു ഒറ്റപ്പിടിയാണ്. അപ്പൊ ട്രാപ്പിൽപ്പെട്ടവര് ഇത്തരത്തിൽ പല വിധത്തിൽ ഉള്ള യാതനകളിലേക്ക് പോകുന്നുണ്ട്. അതിനെല്ലാം ഒരു ദീർഘവീക്ഷണം ഉണ്ടായിരിക്കാം. എപ്പോഴും ആരടുക്കുമ്പോഴും ഓർക്കുക, അതിന്റെ മേലിൽ വ്യക്തമായ ഒരു സ്വാർത്ഥത ഉണ്ടായിരിക്കും. മനുഷ്യരുടെ കേസ് ഞാൻ പറഞ്ഞു, എല്ലാവരും അതേ ഗണത്തിലല്ല, ഒരു 90% സമൂഹത്തിൽ കാണുന്ന ഏത് കാര്യത്തിലും നിങ്ങളോട് അമിതമായി വരുന്ന സ്നേഹമായിക്കോട്ടെ, കരുതലായിക്കോട്ടെ, ഇടപെടലായിക്കോട്ടെ, അത് വരുമ്പോൾ തന്നെ ആദ്യം ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ബ്ലൈൻഡായിട്ട് കയറി ഒന്നിനെയും വിശ്വസിക്കാതിരിക്കുക എന്നുള്ളതാണ്. ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് ഇവിടെ പറഞ്ഞു പിരിയട്ടെ. നന്ദി,
നമസ്കാരം.